അസ്സലാമു അലൈക്കും. മൻസൂർ ഭായ്, എന്താണ് വിശേഷം? നമ്മുടെ കോൾ റെക്കോർഡ് ഞാൻ യൂട്യൂബിൽ നിന്ന് കേട്ടു. ആൾക്കാരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിൽ ഞാൻ ആ കോൾ ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ചോദ്യം ഒരൊറ്റ ചോദ്യമായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ദീനിലുണ്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ അതെങ്ങനെയാണ് പറയുന്നത്? അതായത് ഒരു കാര്യം ദീനിൽ ഉണ്ട്, കളവല്ല, സത്യമാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ, എന്ന് പറയണമെങ്കിൽ എവിടെയുള്ള കാര്യങ്ങളാണ് നിങ്ങളത് സത്യമാണ് എന്ന് പറയാം എന്ന ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾ ആ 1 മണിക്കൂറിൻ്റെ കോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടി അത് ഫുള്ള് കേട്ടു നോക്കി. അപ്പോൾ എൻ്റെ ചോദ്യം ഞാൻ പലതവണയായിട്ട് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ മൻസൂർ ഭായി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് ഇടാനുള്ള ഉദ്ദേശം, ഒന്നുകിൽ എനിക്ക് നിങ്ങൾ വാട്സപ്പിൽ ഈ മറുപടി, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ അത് ചെയ്യോ. ദീനിൽ ഒരു കാര്യം ഉണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നേ കാര്യങ്ങളാണ് നമ്മൾ ദീനിലുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് പറയാം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദം അത് അല്പ ദിവസങ്ങൾ മുമ്പ് വിദേശത്തു നിന്ന് വിളിച്ച് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാമെന്ന് കരുതിക്കൊണ്ട് വിളിക്കുകയും വിളിച്ച അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി പറഞ്ഞപ്പോൾ ഇനി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പോയ സഗീർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ വീണ്ടും ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നേരത്തെ അദ്ദേഹത്തിന് കൊടുത്ത ഫോൺ കോളിലൂടെ കൊടുത്ത മറുപടി കേട്ടിട്ടില്ലെങ്കിൽ, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. അല്ലെങ്കിൽ ഇത് ഒരു എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അദ്ദേഹം വന്ന് അവിടെ ചോദിച്ചത്, നിങ്ങളൊരു കാര്യം അത് സത്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിന് ഓരോ ഉദാഹരണങ്ങൾ അദ്ദേഹം ചോദിച്ചു. അതിനെല്ലാം വ്യക്തമായിക്കൊണ്ട് അക്കമിട്ട് മറുപടി പറയുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം ഈ മെസ്സേജ് പുറത്തു വിടൂല എന്നുള്ളതാണ്. കോൾ ചെയ്ത ഇനി ആ കോള് വീണ്ടും എടുത്താലോ എന്ന് കരുതിക്കൊണ്ട് സാധു വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. അതിന് ഞാൻ കൊടുത്ത മറുപടി ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ചിലത് പറയാനുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം അദ്ദേഹത്തിന്റെ മറ്റു 3 വോയിസുകൾ കൂടി കേൾപ്പിക്കുവാനുണ്ട്. വിവരക്കേട് അതൊരു അലങ്കാരമാക്കി കൊണ്ടു നടക്കാനുള്ളതല്ലോ, അല്ലേ? കേൾക്കാം നമുക്ക്. റഹ്മത്തുള്ള. അത്രയും നേരം സംസാരിച്ചിട്ട് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് കറക്റ്റ് വാക്കർത്ഥം അല്ലെങ്കിൽ ഒരു ഇത് എന്നുള്ള നിലക്ക് കിട്ടൂല. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്ത് അതെനിക്കറിയാമെന്ന് താങ്കൾ പറഞ്ഞു. ഇസ്ലാം ദീൻ അന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് പോകുന്നില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. അതും താങ്കൾക്ക് മനസ്സിലായി. ഇനി എന്താണ്? അതാണ് ഇസ്ലാം. ഞാനിവിടെ ഉപേക്ഷിച്ച് പോകുന്നത് കിതാബുല്ലാ വസുന്നത്ത് റസൂലുള്ളയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും, അതാണ് ഇസ്ലാം. ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്നാദുകളിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇസ്ലാമിലേക്ക് ഒരമല് പുതുതായിട്ട് വരൂല. മാല മൗലൂദുകളൊക്കെ പിന്നീട് വന്നതാണ്. അല്ലല്ലാത്തവരെ വിളിച്ച് തേടാൻ നിങ്ങളുടെ കോള് കഴിഞ്ഞിട്ട് ഞാനൊരു ഉസ്മാൻ മുസ്ലിയാരുടെ ആയിട്ട് സംസാരിക്കുന്ന കോൾ ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു വോയിസും കൂടി പിന്നെ വീഡിയോയും കൂടി നിങ്ങൾ കണ്ടു നോക്കൂ. അല്ലല്ലാത്തവരെ വിളിച്ച് തേടിയ ഒരു സഹാബിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അറിയില്ല. അത് ഈ പറയപ്പെട്ട മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു നോക്കൂ. അല്ലല്ലാത്തവരെ വിളിച്ച് തേടിയ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടിയ ഒരു സഹാബിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അതില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താണോ ഇസ്ലാം, ഞാൻ ഈ പരിശുദ്ധ ഖുർആനും ഹദീസും ഇവിടെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോണു, അതാണ് ഇസ്ലാം. അതിലില്ലാത്തത് സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലശേഷമാണ് മാലി മൗലൂദും വന്നിക്കണിച്ചാൽ പുണ്യാണെന്നും പറഞ്ഞിട്ട് കൊണ്ടെടുക്കണ്ട. അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ റസൂലുള്ളാഹി സ്വഹാബത്തെ പഠിപ്പിച്ചിട്ടില്ല, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അത് എടുത്തുകൊണ്ട് നടക്കണ്ട. പിന്നെ എന്തൊക്കെയോ ഒരു ചെറിയൊരു തീർത്തിട്ട് അങ്ങോട്ട് വളച്ച് തിരിച്ച് നമുക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ സഹോദരന്മാരെ, അന്ന് പറഞ്ഞ കാര്യത്തിലുണ്ട് എല്ലാം. അത് കഴിഞ്ഞിട്ട് വന്ന ഉസ്മാൻ മുസ്ലിയാരെ വിളിച്ചു ചോദിച്ചപ്പോ ഇതേ വിഷയങ്ങൾ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതീൻ വറളിതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഇത്
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ നിൽക്കുന്ന സമയത്ത് ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഇറങ്ങിയ ആയത്താണ്. അതിൽ പറയുന്നത് അള്ളാഹുവിന്റെ ദീന് പരിപൂർണമാക്കി നിങ്ങൾക്ക് സംതൃപ്തപ്പെട്ട് നൽകിയിരിക്കുന്നു, ഇനി ഇതിലേക്കൊന്നും വരാനില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് പോകുന്നില്ല എന്നുള്ളത്. അതിനു പുറമെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകി പോകുന്നത് കിതാബുല്ലാ വ സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കിതാബുല്ലാ പരിശുദ്ധ ഖുർആനാണ്, സുന്നത്ത് റസൂലുള്ള സ്വഹീഹായ ഹദീസാണ്. ഇതൊന്നും അല്ലാത്ത മാലി മൗലൂദും അതുപോലുള്ള കുത്തുറാത്തീബും കുത്തുപണ്ടാരങ്ങളുമായിട്ട് നിങ്ങൾ വരുമ്പോ അതിന് തെളിവ് തരേണ്ടത് ഇതുമായിട്ട് വരുന്ന ആളുകളാണ്. അതിന് ഏതോ ലഈഫായ ഒരു ഹദീസ് കൊടുത്തിട്ട് അത് തെളിവാവൂല. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കണം. അള്ളാന്റെ ഹബീബ് പുണ്യമായിട്ടൊരു കാര്യം പഠിപ്പിക്കാതെ പോയിട്ട് നിങ്ങളെ പോലെയുള്ള കുറെ ആളുകൾ അത് എടുത്തു കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചു റിസാലത്തിൽ എന്നല്ലേ വാദിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നല്ലേ പറയുന്നത്? ഇതൊക്കെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഈ വോയിസിലും അത് വ്യക്തമാണ്. എന്നിട്ടും അറിഞ്ഞില്ല കേട്ടില്ല എന്ന ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്ക് നിങ്ങൾ. ഇല്ല, എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി വന്നിട്ടില്ല. എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നേരത്തെ ചോദിച്ചതാണ്, ആവർത്തന വിരസത ഉണ്ടാവും, ക്ഷമിക്കണം. ചോദ്യം ഇതാണ്, നിങ്ങളൊരു കാര്യം ദീനിലുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ അതെവിടെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുക? അതായത് അതേതെങ്കിലും കിതാബിലുള്ള കാര്യങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ ഏത് കിതാബിലെ കാര്യങ്ങളാണെങ്കിലും ഇന്നേ മാനദണ്ഡ പ്രകാരമുള്ളത് മാത്രമാണോ എന്ന രീതിയിൽ പൊതുവായ നിങ്ങളുടെ മാനദണ്ഡങ്ങളൊന്ന് വിശദീകരിക്കും. ഇതാണ് ചോദ്യം. പരിശുദ്ധ ഖുർആന് സ്വഹീഹായ ഹദീസ്, ഇതിനെക്കാട്ടിലും വലിയ മാനദണ്ഡം എന്താണ് സഗീറെ? നിങ്ങൾക്ക് തലച്ചോറ്റില് ചകിരിച്ചോറാണോ? എത്ര തവണ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നു? എന്തായാലും അൽഹംദുലില്ലാ ഇതുപോലെ വിവരക്കേട് വീണ്ടും നിങ്ങൾ ചോദിച്ചത് നന്നായുള്ളൂ. ഇത് കുറെ ആളുകളിലേക്ക് കൂടി എത്തുകയാണല്ലോ. സഹോദരന്മാരെ നിർത്തിയിട്ടില്ല, അടുത്ത വോയിസ് കേൾക്കാം. ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കാനുള്ള കാരണം, നിങ്ങൾക്ക് അതായത് ഈ മുജാഹിദ് വഹാബി പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഓരോരോ വിഷയത്തിന് ഓരോരോ ന്യായങ്ങളാണ്. നിങ്ങളിപ്പോൾ റസൂലുള്ളാഹിന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട വസ്തു എന്നതിന് അത് നിങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയുന്ന മാനദണ്ഡം ആയിരിക്കില്ല നിങ്ങൾ കുനൂത്ത് ബിദത്താണ് എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞ മാനദണ്ഡം. ഇനി ആ മാനദണ്ഡം നിങ്ങൾ തറാവീഹ് 20 എന്ന് പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മാനദണ്ഡം. ഇനി ഇതൊന്നും ആയിരിക്കും നിങ്ങൾ മൗലൂദ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മാനദണ്ഡം. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ മാനദണ്ഡങ്ങളാണ്. അങ്ങനെയല്ലല്ലോ ഇസ്ലാമിൽ വേണ്ടത്. നിങ്ങളൊരു കാര്യം അത് ദീനിലില്ല എന്ന് പറയുകയാണെങ്കിൽ അതേ മാനദണ്ഡപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ദീനിലില്ല എന്ന് തന്നെയാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ പൊതുവായ ഒരു തത്വം പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല എന്നാണ് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞു സഹോദര എന്ന് പറഞ്ഞിട്ടും അത് മനസ്സിലാവാതെ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണ്? ഒന്ന്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ആദ്യമായിട്ട് പടച്ചത് എന്നാ പറയണത്. എന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ ലഈഫായ ഒരു ഹദീസ് ഉണ്ട്, മൗലൂആയ ഒരു ഹദീസ് ഉണ്ട്, വിശ്വാസയോഗ്യമല്ലാത്തൊരു ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത്. കിതാബുല്ലാ വ സുന്നത്ത് റസൂലുള്ള, അതാണ് മാനദണ്ഡം. അതിലുണ്ടോ? അത് ഈ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുനൂത്തിന്റെ കാര്യമാണ് പറയണത്. കുനൂത്തിനും ഇതന്നെയാണ് മാനദണ്ഡം. സ്വഹീഹായ ഹദീസ് ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വക്തിനും കുനൂത്ത് ഓതി നമസ്കരിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല, അതിന്റെ ഒരു ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വക്തിനും കുനൂത്ത് ഓതി നമസ്കരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നാസിലത്തിന്റെ കുനൂത്താണത്. അതിനുശേഷം അത് അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാ സുബഹിക്കും സുബഹി നമസ്കാരത്തിൽ 2ാമത്തെ റക്കഅത്തിൽ കുനൂത്ത് ഓതണമെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടില്ല, ആസാറ് സ്വഹാബയിലും ഇല്ല. ഈ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ള സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അത് എടുത്തുകൊണ്ട് കിടക്കുന്നത്? പിന്നെ പറയുന്നത് തറാവീഹ് 20 റക്കഅത്ത്. തറാവീഹ് അതിനൊക്കെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അതിനും എടുക്കുന്നത് സ്വഹീഹായ ഹദീസ് തന്നെയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച അല്ലെങ്കിൽ പറഞ്ഞ ഹദീസ് തന്നെയാണ് അതിന് മാനദണ്ഡാക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ എടുത്താലും ഇസ്ലാമില് ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ഇസ്നാദ് വേണം, പരിശുദ്ധ ഖുർആനിൽ വേണം, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസിൽ വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ തള്ളും, വാറോലകള് തള്ളിക്കളയും എന്നുള്ളതാണ്. തീർന്നിട്ടില്ല, ഒരു വോയിസും കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ന് പറയുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിനും കഴിയൂല. ഇനി മൻസൂർ മണ്ണാർക്കാടനാണെങ്കിൽ
നിങ്ങൾക്കും കഴിയൂല, നിങ്ങൾക്കും അത് പറയാനാവില്ല. നിങ്ങളത് പറയാൻ ശ്രമിച്ചു നോക്കുക, അപ്പം നിങ്ങൾക്ക് അറിയാതെ നിങ്ങളെ അടുത്ത് അങ്ങനെ ഒരു പൊതുവായ മാനദണ്ഡമില്ല. ഓരോന്നിനും ഓരോ ന്യായങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഇസ്ലാമിൽ സ്വീകരിക്കാൻ പറ്റൂല. നിങ്ങൾ ഒരു ഹദീസിന് ഇന്ന ഹദീസ് ലൈഫാണ് എന്ന് പറയാൻ ഒരു മാനദണ്ഡം, എന്നാൽ അതേ മാനദണ്ഡം വെച്ച് വേറൊരു ഹദീസ് ലൈഫാണല്ലോ, ആ കർമ്മം ദീനിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരേണ്ടത്, ഞങ്ങളൊരു കാര്യം സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം സ്വീകരിക്കണമെങ്കിൽ അത് ഇന്നേ കിതാബിലുണ്ടാവണം, അല്ലെങ്കിൽ ഇന്നേ മാനദണ്ഡം, ഇതാണ് അതിൻ്റെ മാനദണ്ഡം, ആ മാനദണ്ഡ പ്രകാരം ഞാൻ സ്വീകരിക്കും. ഈ മാനദണ്ഡത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെ ആ മാനദണ്ഡം വരാത്ത കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കൂല എന്നൊരു തത്വം പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? തലച്ചോറ് നായി നിന്ന് പോയി കഴിഞ്ഞാല് ഒന്നും പറയല്ല. തെരണ്ടിവാല് അച്ചാറിൽ മുക്കി തല്ലിയിട്ടും കാര്യമില്ല സഗീറെ. ഇതില് എത്ര തവണ പറഞ്ഞു? താങ്കൾ വിളിച്ച സമയത്ത് എത്രയോ തവണ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് താങ്കൾ ആദ്യം മെസ്സേജ് അയച്ചപ്പോ തന്നെ ഞാനൊരു വോയിസ് ഇട്ടു, കിതാബുല്ലാ വസുന്നത്ത് റസൂലുള്ള, അതാണ് ഇസ്ലാം. അതിൽ പറഞ്ഞതാണ് ഇസ്ലാമിൽ പുണ്യ പ്രവർത്തനങ്ങൾ, അതിൽ പറഞ്ഞതാണ് ഇബാദത്ത്. അതിൽ പറയാത്തൊരു കാര്യം ഇബാദത്തല്ല. അള്ളാഹു സ്വീകരിക്കുന്ന, അള്ളാഹു കൂലി നൽകുന്ന എന്തൊരു കാര്യമുണ്ടോ അത് അള്ളാഹു അറിയിക്കും. അള്ളാഹു അറിയിച്ചത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വഹി വേണം. വഹി അള്ളാഹുവിന്റെ ഹബീബിലൂടെ നിലച്ചുപോയി. കിതാബുല്ലാ വസുന്നത്ത് റസൂലുള്ള എന്ന് പറഞ്ഞാൽ ഹദീസും ഖുർആനും ആണ് എന്ന് പറഞ്ഞാൽ പിന്നെയും ചോദിക്കാണ് ഏതാണ് കിതാബ് എന്ന്. നിങ്ങൾക്ക് പറയാൻ കഴിയൂലെന്ന്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞോളിന്ന്. അയ്യന്റെ ചെങ്ങായിയെ, ഇത്തരത്തില് തലച്ചോറില്ലാണ്ടായി പോയല്ലോ എന്നുള്ളതാണ് പറയാനുള്ളത്. എത്ര ലളിതമായിട്ടാണ് താങ്കൾക്ക് അന്ന് ഫോണിലൂടെ വ്യക്തമാക്കി തന്നത്. അത് കഴിഞ്ഞിട്ട് ഉസ്മാ മൗലവി ഏകദേശം ഇതൊക്കെ തന്നെയല്ലേ ചോദിച്ചത്, നിങ്ങൾ എന്തൊക്കെ കളികൾ കളിച്ചിട്ടും കാര്യമില്ല, അല്ലല്ലാത്തവരെ വിളിച്ചു തേടാന് തെളിവില്ല സഹോദര. അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ഷിർക്ക് ചെയ്യാന് പരിശുദ്ധ ഖുർആനിലും പരിശുദ്ധ ദീനിലും പരിശുദ്ധ ഹദീസുകളിലും തെളിവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പൗരോഹിത്യം ചൊല്ലിത്തരുന്ന വിവരക്കേടുകൾ തലച്ചോറ്റിലിട്ടുകൊണ്ട്, ഹൃദയത്തിലിട്ടുകൊണ്ട് നിങ്ങൾ നാളെ അള്ളാനെ കാണാൻ ചെല്ലുമ്പോ നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ആയി പോകണ്ട എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അന്ന് അത്രയും പറഞ്ഞതും ഇന്ന് ഇത്രയും പറഞ്ഞതും. ഇനി താങ്കൾക്ക് മറുപടിയില്ല, മറുപടി അർഹിക്കുന്നില്ല. ഈ വീഡിയോ ചെയ്യുന്നതും താങ്കൾക്കുള്ള മറുപടിയല്ല, കാണാൻ സാധ്യതയുണ്ട്. ഇത് സഹോദരന്മാരെ, ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. മുസ്ലിയാക്കന്മാര് സാധു ജനങ്ങളുടെ തലച്ചോറ് നായ്ക്ക് തിന്നാൻ കൊടുത്തിക്കുകയാണെന്നുള്ളത് ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് പറയുവാനുള്ളത്. വീണ്ടും ഈ ഒരു വിഷയം റിപ്പീറ്റ് ചെയ്തതിൽ ക്ഷമിക്കുക. ഇത് കുറെ ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.